വളരെ ഒരു സുലഭമാണ്, ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന ഫാക്ടറാണ്. ഇങ്ങനെ ഒരു ഐഡിയോളജി കുട്ടികളിലേക്ക് എത്തുന്നതാണ് പ്രധാന പ്രശ്നം. ഇവരെ ഒരിക്കലും നമുക്ക് കവിതാക്കൾ അല്ലെങ്കിൽ എന്താ പറയാ പ്രണയം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിനെ നല്ല കട്ടക്കഴപ്പ് അല്ലെങ്കിൽ കുത്തിക്കഴപ്പ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു കാലത്ത് റിലേഷൻഷിപ്പ് എന്ന് മാത്രം നമ്മൾ കേട്ട് പരിചിതമായിട്ടൊരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല. റിലേഷൻഷിപ്പ് മാറിയിട്ടുണ്ട്, സിറ്റുവേഷൻഷിപ്പ് ഉണ്ട്, അതേപോലെ നാനോഷിപ്പ്, അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളിലേക്കൊക്കെ ഒരു കടന്നുപോയി. അങ്ങനെ അവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് പ്രൈവറ്റ് ആയിട്ട് അവർക്ക് മാത്രമുള്ള ഏതെങ്കിലും സ്പേസിൽ പോയി ചെയ്യണം. അതിനെ എതിർത്ത് ഒരൊറ്റയാൾ വന്നു കഴിഞ്ഞാൽ അയാളെ വസന്തമാക്കും, അമ്മാവന്മാരാക്കി. ഈ അമ്മാവന്മാരും വസന്തങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായെന്ന് ആരും ചിന്തിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് പേരിട്ട് വിളിക്കാവുന്ന എന്ത് വിളിച്ചാലും, ഇനി തെറി പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഞാൻ പറയും, ഇത് കഴപ്പ് തന്നെയാണ്, കട്ടക്കഴപ്പ്. നമ്മളിപ്പോൾ ഈ കണ്ട വിഷല് ആളില്ലാത്ത ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഓയോ റൂമിലുള്ളതല്ല. തിരുവനന്തപുരത്ത് ഒരു പാർക്കില് അത്രയും ജനത്തിരക്കുള്ള സ്ഥലത്താണ് ഇമാതിരി വൃത്തികൾ കാണിച്ചിരുന്നത്. അതും വെറും 10-15 വയസ്സുള്ള കുട്ടികൾ. ഇവർക്ക് എവിടുന്നാണ് ഇത്രയും ഈ ഒരു ധൈര്യം കിട്ടുന്നത്? ഇമാതിരി വൃത്തികേട് ഇത്രയും ആളുകളുള്ള ഒരു സ്ഥലത്ത് വെച്ച് കാണിക്കാൻ എങ്ങനെ ധൈര്യം വരുന്നു? ഒരു പേടിയില്ലാതെ അവിടെ ഇവിടെയും ഇത്രയും നോർമലൈസ് ആയിപ്പോയി. ഇങ്ങനെയുള്ള ഇമാതിരി കാര്യങ്ങൾ ഇവർക്ക് ധൈര്യത്തോടെ ചെയ്യാനുള്ള ധൈര്യം എവിടുന്ന് കിട്ടുന്നു? ധൈര്യം എവിടുന്ന് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത്തെ കാര്യം ഇവരുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ ഇടയിലേക്ക് ഇതൊക്കെ വളരെ ഒരു സുലഭമാണ്, ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന ഫാക്ടറാണ്. ഇങ്ങനെ ഒരു ഐഡിയോളജി കുട്ടികളിലേക്ക് എത്തുന്നതാണ് പ്രധാന പ്രശ്നം. ഒരു വൈൽഡ് സെക്സ് എന്ന് വെച്ചാൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വ്യത്യസ്തമായിരിക്കുന്ന ഒരേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് തന്റെ പ്രൈവസി ഇഷ്ടപ്പെടുന്നതാണ്. അതേപോലെ തന്റെ സ്വകാര്യ നിമിഷങ്ങൾ സ്വകാര്യമായി തന്നെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ മൃഗങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. മൃഗങ്ങൾക്ക് അവർക്ക് ഇങ്ങനെ ഒരു സ്പെസിഫിക് സ്ഥലം അല്ലെങ്കിൽ ആരും കാണരുത്, ഇങ്ങനത്തെ പ്രത്യേകതകളൊന്നുമില്ല. പക്ഷെ ഈ മൃഗങ്ങളും മനുഷ്യനും ഒരേപോലെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു തലങ്ങളിലേക്കാണ് പോകുന്നത്. ഇപ്പോ തിരുവനന്തപുരത്തെ ഒരു പാർക്ക് സംബന്ധിച്ച് ഇതിനു മുമ്പ് ഒരുപാട് വിഷ്വൽസ് ഒക്കെ അവിടുന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിനെ കുറ്റം പറയുന്ന ആൾക്കാര് അതേപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ജില്ലകളിലും, എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം ഈ സ്പെസിഫിക് സ്ഥലങ്ങളുണ്ട്. ഇത്തരം സ്പെസിഫിക് ആയിട്ടുള്ള കമിതാക്കൾ പോയിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇവരെ ഒരിക്കലും നമുക്ക് കമിതാക്കൾ അല്ലെങ്കിൽ എന്താ പറയാ പ്രണയം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിനെ നല്ല കട്ടക്കഴപ്പ് അല്ലെങ്കിൽ കുത്തിക്കഴപ്പ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഈ ശരിക്കും ഈ ഒരു പ്രണയവും സെക്സും അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ഒരു വേരിയേഷൻസ് മനസ്സിലാക്കേണ്ട ഒരു പ്രായമുണ്ട്. കാരണം കുട്ടികളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും ഈ ബോഡി എക്സ്പ്ലോർ ചെയ്യുക ആ ഒരു തലങ്ങളിലേക്കാണ് പലരും ചിന്തിച്ചു പോകുന്നത്. അതിന്റെ ഒരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പുരോഗമനം, നമുക്ക് ഈ പുരോഗമനവാദങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് എന്താണ് അതിന്റെ ഐഡിയോളജി അത് കുട്ടികൾക്ക് അറിയത്തില്ല. നമുക്ക് പരസ്പരം ബോഡി എക്സ്പ്ലോർ ചെയ്യുന്നതാണ് നമ്മുടെ പ്രണയം. ഈ ഞാൻ ആലോചിക്കുന്നത് അതൊന്നുമല്ല. അതായത് ഇമാതിരി വേലത്തരങ്ങൾ കാണിക്കുമ്പോൾ, ഇമാതിരി വൃത്തികേടുകൾ ഒരു പബ്ലിക് പ്ലേസിൽ നിന്ന് കാണിക്കുമ്പോൾ, ഇതെല്ലാം കാണുന്ന ഇവരുടെ തള്ളേ തന്തയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഹൃദയം പൊട്ടി അവർ മരിക്കും. ഇങ്ങനെയുള്ള വിഷ്വൽസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, തന്റെ മക്കളെ കുട്ടികളായിട്ട് കാണുന്ന ഒരു 10-15 വയസ്സ് പോലും പ്രായമാകാത്ത ഇവളും ഈ ഇങ്ങനെയുള്ളവളുമാരും ഇവന്മാരും ഇത് ചിലപ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ള കഴപ്പെല്ലാം കഴിയുമ്പോഴത്തേനും വേറെ ആളുണ്ടെങ്കിലും തലയിൽ കയറി പോകും. പക്ഷെ അത് അവർക്കൊരു പ്രശ്നമില്ലാത്തൊരു സ്ഥിതിയാണ്. കാരണം ഇപ്പോ ഒരുപാട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, കാരണം ഒരു കാലത്ത് റിലേഷൻഷിപ്പ് എന്ന് മാത്രം നമ്മൾ കേട്ട് പരിചിതമായിട്ടൊരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല. റിലേഷൻഷിപ്പ് മാറിയിട്ടുണ്ട്, സിറ്റുവേഷൻഷിപ്പ് ഉണ്ട്, അതേപോലെ നാനോഷിപ്പ്, അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളിലേക്കൊക്കെ ഒരു കടന്നുപോയി. കാരണം ഇവർക്ക് പരസ്പരം കമ്മിറ്റ്മെന്റ് ഉണ്ടാവണമെന്നില്ല. എന്തൊക്കെ ഷിപ്പ് വന്നാലും ജസ്റ്റ് ബോഡി എക്സ്പ്ലോർ മാത്രമേ ഉള്ളൂ. കാരണം ഇവർക്ക് പ്രത്യേകിച്ച് തമ്മിൽ കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ല. ഇവർക്ക് നമ്മൾ ഈ സീരിയസ് ആയിട്ട് ചിന്തിക്കും, ഇവരിത് ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ഇവർക്കൊരു കുറ്റബോധം തോന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ പേരൻസ് ഇത് അറിഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രശ്നം. സത്യത്തിൽ ഇവർക്കൊന്നും ഒരു പ്രശ്നമില്ല, അറിഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് തമ്മിൽ ഒരു പ്രശ്നമില്ല. അടുത്ത ആളുമായിട്ട് ഇതേപോലെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ഇവർ ഓപ്പൺ ആയിട്ട് പറയും, എനിക്ക് നിങ്ങളുമായിട്ട് പേഴ്സണലി കണക്ഷൻ ഒന്നുമില്ല, എനിക്ക് കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ച് എനിക്കിത് മാത്രം മതി. ഇതിനെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതിനെ ഇങ്ങനെ നോർമലൈസ് ഒരിക്കലും ചെയ്യരുത്. ഇപ്പൊ ഇതൊക്കെ പറയുമ്പോഴത്തേനും വസന്തം അല്ലെങ്കിൽ അമ്മാവൻ എന്നൊക്കെ പറയുമായിരിക്കും. എന്തൊക്കെ പറഞ്ഞാൽ ചെയ്യുന്നതിനപ്പുറത്തേക്കും ഇതിപ്പോ അവരുടെ ഒരു സ്പെസിഫിക് ലൈഫാണ്. ഇപ്പൊ എനിക്ക് പോയിട്ട് രാഹുലിനോട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നെ അത് ബാധിക്കുകയാണ്, രാഹുൽ എന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് പറ്റില്ല, എനിക്ക് നോ പറയാനുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പലപ്പോഴും ആ ഒരു നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വസന്തമായി പോകുമോ,
അല്ലെങ്കിൽ എന്റെ ഐഡിയോളജി, എനിക്ക് ഇതാണ് ഇഷ്ടം, എനിക്ക് ഇങ്ങനെ ഒരു പബ്ലിക് ആയിട്ട് ഇങ്ങനെ എന്റെ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇത് എന്റേതായിട്ടുള്ള രീതികളുണ്ട്, എന്റെ ഒരു സെൽഫ് റെസ്പെക്ടിന്റെ അകത്തുനിന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന റിലേഷൻഷിപ്പുകൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എന്റെ പ്രണയത്തിന്റെ ബൗണ്ടറീസ് ഇതാണ്, എന്റെ ഒരു ബോഡിയുടെ. ഒരിക്കലും പ്രണയം എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് ഇത് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുക്കരുത് ഒരിക്കലും. ഇപ്പൊ ഇതൊക്കെ പറയുമ്പോഴത്തേനും സദാചാരം എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ അമ്മ അവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞിടും. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അധികമായ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ അത് അവർക്ക് ചിന്തിക്കാൻ അതിനൊക്കെ ഒരു പ്രായമാകുമ്പോൾ, കാരണം ഇതെല്ലാം ഈ പ്രായം കഴിഞ്ഞു വന്നവരാണ് വന്ന് നിൽക്കുന്ന അവരുടെ അച്ഛനമ്മയല്ല. പക്ഷേ ടീനേജേഴ്സിന്റെ അകത്തൊക്കെ, കാരണം ഇവർക്കൊക്കെ ഓൾറെഡി ഇതെല്ലാം അറിയാം. അതാണ് സത്യാവസ്ഥ. ഏത് ടീനേജേഴ്സിനാണ് അറിയാം എന്ന് വെച്ച് അതൊരു പബ്ലിക് പ്ലേസിൽ എല്ലാവരും ഉള്ളിടത്താണോ ചെയ്യേണ്ടത്? പബ്ലിക് പ്ലേസിനകത്തില് പബ്ലിക് ആയിട്ട് ആൾക്കാരെ ഞാൻ നിങ്ങളുടെ ബ്രസ്റ്റിൽ പിടിച്ചോട്ടെ അല്ലെങ്കിൽ ബാക്കിൽ അടിച്ചിട്ട് പോകുന്ന എത്രയോ കുട്ടികളുടെ വിഷ്വൽസ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതൊരു നല്ല കാര്യം നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ഓൾമോസ്റ്റ് അവരെ കണ്ട് പരിചിതമായിട്ടുള്ളതും ഈ സ്കൂൾ തലങ്ങളിലാണെങ്കിൽ ഇപ്പൊ കുട്ടികളുടെ കാര്യം ഇപ്പൊ ഈ ഒരു ഏജ് അങ്ങനെ അവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് പ്രൈവറ്റ് ആയിട്ട് അവർക്ക് മാത്രമുള്ള ഏതെങ്കിലും സ്പേസിൽ പോയി ചെയ്യണം. അല്ലാതെ പബ്ലിക്കായിട്ട് എല്ലാരും നാലും കൂടി നിൽക്കുന്നിടത്ത് ഇമ്മാതിരി ആരെയും പേടിയില്ലാത്തൊരു തലമുറ, ആരെയും റെസ്പെക്ട് ഇല്ലാത്ത പേടിയില്ലാത്ത ഇമ്മാതിരി കഴപ്പ് കാണിക്കുന്ന കുത്തിക്കഴപ്പ് കാണിക്കുന്ന ഇമ്മാതിരി തലമുറ, എല്ലാരെയും തലമുറ എന്ന് പറയുമ്പോൾ ഞാൻ ജനറലൈസ് പറയാം, ഇമ്മാതിരി ഈ കട്ടക്കഴപ്പ് കാണിക്കുന്ന ചില അവളുമാരും ഉണ്ട്. ഇത് ഒരിക്കലും നോർമലൈസ് ചെയ്യരുത്. ഇത് നോർമലൈസ് അവർക്ക് പ്രശ്നമില്ല. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ ഈ പോക്സോ കേസ് എന്തിനാണ് വെക്കുന്നത്? എന്തിനാണ് പോക്സോ കേസ് വെക്കുന്നത്? ഈ പോക്സോ കേസ് എന്തിനാണ് വെക്കുന്നത്? അല്ല, ഇത് പോക്സോ കേസസ് എന്ന് പറയുന്നത് കുട്ടികൾക്കെതിരെയായിട്ടുള്ള ലൈംഗികാതിക്രമണ കേസുകൾ, അതിക്രമണങ്ങൾക്കെതിരെയാണ്. അത് അവരുടെ സമ്മതം അവരെ സംരക്ഷിക്കപ്പെടണം എന്ന രീതിയിൽ തലത്തിൽ. അതെ, അത് എന്തുകൊണ്ടാണ് ആ പ്രായത്തിന്റെ പക്വത കുറവും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ഒരു പ്രായമാണ്. ഈ രണ്ട് കുട്ടികൾ ഇതിങ്ങനെ പോയി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഏജ് കാറ്റഗറി അനുസരിച്ച് ഇവർ ഈ ഏജ് കാറ്റഗറി ആയതുകൊണ്ട് നമുക്കത് പോയി ഇതിങ്ങനെ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇതൊരു പബ്ലിക് സ്പേസ് ആണ്. ഈ പബ്ലിക് സ്പേസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇത് കണ്ട് രസിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരല്ല. ഇത് ബാക്കി ഒരു പബ്ലിക് ന്യൂസൻസ് ആയിട്ട് മാറുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. പക്ഷെ ഈ കുട്ടികളിൽ ഉണ്ടാവുന്ന ഈ ഒരു വേരിയേഷൻസ്, ഇപ്പോ ഞാനൊരു സൈക്കോളജിസ്റ്റിനോട് പറഞ്ഞ സമയത്ത് ഇതിനു മുമ്പ് ഞാൻ സംസാരിച്ചൊരു ഫാക്ടറാണ്, കുട്ടികൾക്ക് ശരിക്കും ആരോടാണ് എന്ത് ഇമോഷൻസ് ആണ് തോന്നേണ്ടെന്നുള്ളൊരു തലമില്ലേ, അത് കഴിഞ്ഞു. പേരൻസിനോട് ഈ ഒരു സെക്ഷലി ഉള്ള ഫീലിങ്സ് തോന്നുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ പല സൈക്കോളജിസ്റ്റുകളോട് സംസാരിക്കുമ്പോഴും അവരുടെ അടുത്തേക്ക് വരുന്ന കൺസൾട്ടേഷൻ ഈ ഒരു പോൺ വീഡിയോ അഡിക്റ്റ് ആയിട്ട് അവർക്ക് ആരോടെങ്കിലും എക്സ്പ്ലോർ ചെയ്യണം. അതെന്തുകൊണ്ട് ഇതിന്റെ എല്ലാ ബേസിക് എവിടുന്നാണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആരെയും പേടിക്കാത്ത തരത്തിൽ എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള അവസരം കൊണ്ടാക്കി കൊടുക്കുന്നത് ഈ സമൂഹം തന്നെയല്ലേ? ഒന്നാമത്തെ കാര്യം, ഇപ്പൊ എന്റെ ലൈഫാണ്, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ആഘോഷിക്കും, എനിക്ക് ഒരാളിൽ ഒതുങ്ങി നിൽക്കേണ്ട. നിങ്ങളുടെ ലൈഫാണ്, ഒരാൾക്ക് വ്യക്തിപരമായിട്ടൊരു ലൈഫ് ഉണ്ട്, അയാളുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നുണ്ടെങ്കിലും ഇത് ഇവിടെ ഒരു സമൂഹം ഉണ്ട്. നമ്മളിപ്പം സ്വന്തമായിട്ടൊരു ഡ്രസ്സ് ധരിക്കും, നമ്മളൊരു സാമൂഹിക ജീവിയാണ്, സമൂഹത്തിന്റെ മ്യൂച്വൽ റെസ്പെക്ട് കൊടുക്കും. പക്ഷെ ഇത്തരം വാദങ്ങളൊക്കെ ഉയർന്നു വരുന്ന സമയത്ത് ഇങ്ങനെ മാനിപ്പുലേറ്റഡ് ആയി പോകാനും അവരവരുടെ ലൈഫ് അങ്ങനെ എന്തും പറഞ്ഞ് കൺവിൻസിങ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് എന്ത് ഊളത്തരം എന്ത് കാണിച്ചാലും അത് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കുറെ പുരോഗമനവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും ന്യായീകരിക്കാൻ വേണ്ടി. എന്തിനാണ് ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിന് മുന്നോട്ടുള്ള ഭവിഷ്യത്ത് ആരും ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. ഇപ്പോ ഇവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ എടുത്താൽ മതി. അമ്മയോട് അതിലെ പറഞ്ഞ പോലെ അമ്മയോട് തന്നെ സെക്ഷൽ ഫീലിങ്സ് തോന്നുന്ന ആൾക്കാർ അമ്മയെ തലക്കടിച്ച് കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, ആരോട് കമ്മിറ്റ്മെന്റ്സ് ഇല്ലാത്ത ഇങ്ങനെ ഒരു തലമുറ വരാൻ കാരണം നോർമലൈസ് ആണ്. എന്ത് കാര്യം വന്നാലും അതിന് ഇതൊക്കെ നോർമലൈസ് ആണ്, നമ്മുടെ ഇഷ്ടമാണ് എന്നുള്ള പുരോഗമനവാദികളുടെ വാദങ്ങളാണ് ഇതിനിങ്ങനെ വഴിതെറ്റിച്ച് ഈ ഒരു തലത്തിലോട്ട് എത്തിച്ചത്. ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിൽ കൂടി ഇമാതിരി അപരാധങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ എതിർത്ത് ഒരൊറ്റ ആൾ വന്നു കഴിഞ്ഞാൽ അയാളെ വസന്തമാക്കും, അമ്മാവന്മാരാക്കി. ഈ അമ്മാവന്മാരും വസന്തങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായെന്ന് ആരും ചിന്തിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഇപ്പൊ ഇവർ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായത് ഇവർ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടുവന്നത്. ഈ പൊട്ടിമുളച്ച് ഇമാതിരി കഴപ്പാണ് ചെയ്യുമാരൊന്നും അല്ല ഇത് ഉണ്ടായിക്കൊണ്ടുവന്നത്. ഒരു പബ്ലിക് സ്പേസിലേക്ക് നമ്മുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യം ചെന്ന് കാണിക്കുക എന്നുള്ളത് അതൊരു ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. മൈനർ ആയിട്ടുള്ള കുട്ടികളാകുമ്പോൾ
പുരോഗമനവാദം എന്താണെന്ന് കൃത്യമായിട്ട് അവരെ പഠിപ്പിക്കുക. അല്ലെങ്കിൽ അത് ഫാമിലി, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എന്തൊക്കെ നല്ല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നുണ്ട്. ഇതൊന്നും കാണാതെ അതൊന്നും പഠിക്കാതെ ഇമാതിരി ഊളത്തരങ്ങൾ എല്ലാവരും ജനറലൈസ് ചെയ്ത് പറയല്ല. നല്ല പിള്ളേരുണ്ട് ഇപ്പോഴത്തെ കുട്ടികളോട് പോയിട്ട് നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ പറയത്തില്ലായിരിക്കും. പറയുന്നവരുണ്ട്, പറയത്തില്ലായിരിക്കും. ഏറ്റവും കൂടുതൽ കുട്ടികളെ എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ എൻഗേജിങ്, അട്രാക്ട് ആയിട്ടുള്ള ഫാക്ടറിലേക്കായിരിക്കും. ഞാൻ പറയട്ടെ, ഒരു ആപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറയായിരിക്കും. പക്ഷെ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ നടക്കുന്ന ബാക്കി കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് അവരെല്ലാത്തിനും ഭയങ്കര ഇന്റലിജന്റ് ആണ്. അവർക്കറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ്. എല്ലാ ഇപ്പൊ മതവും ജാതിയും നോക്കുന്നവരല്ല, എല്ലാരെയും സഹായിക്കുള്ള മനസ്സുള്ളവരാണ്. അങ്ങനെയുള്ള പണ്ടത്തെ പോലുള്ള വേർതിരിവ് കാര്യങ്ങളൊന്നും ഇല്ല. എന്നിരുന്നാലും ഞാൻ പറയട്ടെ, അതായത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ കൂടി പോസിറ്റീവ് വശത്തിന് നെഗറ്റീവ് വശം എന്ന പോലെ ഈ പുരോഗമനം പറയുന്ന കുറച്ച് പേര് കാരണം നോർമലൈസ്ഡ് ആയതുകൊണ്ടാണ് ഇപ്പൊ ഈ തലമുറ ഇപ്പൊ ആ ഒരു വഴിയിലേക്കും കൂടെ പോകുന്നത്. എന്തുകൊണ്ട് ഇവർക്ക് ആ ഒരു ഭയം? നാലാള് കാണുകയും ചെയ്താൽ ഒന്നും സംഭവിക്കത്തില്ല. കാരണം എന്താ? അവർക്ക് ഭയമില്ലാത്ത എന്തുകൊണ്ടാണ്? തങ്ങളെ സംരക്ഷിക്കാനും തങ്ങളോട് നിൽക്കാനും കുറെ പുരോഗമനവാദികളായിട്ടുള്ള ഇതേപോലുള്ള കഴപ്പന്മാര് ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റും. ശരിക്കും ഇവരെ ഭയമൊന്നല്ല, അതൊരു മ്യൂച്വൽ റെസ്പെക്ട് ആണ്. ആ ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉള്ള ആൾക്കാർ ഒരു പബ്ലിക് സ്പേസിൽ പോയിട്ട് എന്ത് റെസ്പെക്ട് അവർക്ക് നമ്മുടെ ബോഡിയോടുള്ള ഒരു റെസ്പെക്ട് ആണ്. എന്റെ ഒരു ബോഡി എന്ന് പറയുന്നത് എന്റെ മാത്രമാണ്. ആ ഒരു വാല്യൂ നമ്മൾ പറയാൻ പറ്റത്തില്ല. അല്ല, അത് കൊടുക്കാത്തതിന്റെ പ്രശ്നമാണ് നമ്മളൊരു പബ്ലിക് സ്പേസിൽ പോയി അങ്ങനെ ചെയ്യാൻ. അല്ല, അങ്ങനെ ഒരു റെസ്പെക്ട് മ്യൂച്വൽ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ നമ്മുടേതായിട്ടുള്ള സ്പേസുകളിൽ പോയിട്ടായിരിക്കും അത് ചെയ്യാന്ന് പറയുന്നത്. സ്വന്തമായിട്ട് അതേപോലെ വാല്യൂ ഇല്ലാത്ത ഇതേപോലെ, അതായത് ഇപ്പൊ എത്രയോ പേരാണ് ആലോചിച്ചാൽ മതി, കൊച്ചു കുട്ടികളൊക്കെയാണ് സൂയിസൈഡ് ചെയ്യുന്നത് കൂടുതൽ. കാരണം എന്താണ്? കൊച്ചുകുട്ടികൾക്കാണ് ഡിപ്രഷൻ, ആൻസൈറ്റി ഉള്ള കാര്യങ്ങളൊക്കെ കൂടി വരുന്നത്. കാരണം ഇമാതിരിയുള്ള റിലേഷൻഷിപ്പിന് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെന്ന് എത്തിപ്പെടുന്നതാണ്. സ്വന്തമായിട്ട് തന്റെ ശരീരത്തെയും തന്നെ റെസ്പെക്ട് ചെയ്യാതെ അതിനൊരു വാല്യൂ കൊടുക്കാതെ കണ്ടവന്മാരുടെ കൂടെ ഇങ്ങനെ പോകുന്ന അവളുമാരും കണ്ടവളുമാരുടെ കൂടെ പോകുന്ന അവന്മാരും ഏതെങ്കിലും ഒരു തരത്തിൽ എത്തുമ്പോൾ മനസ്സിലാക്കും. പിന്നെ അതിനെ റിഗ്രറ്റ് ചെയ്ത് മുന്നോട്ട് ലൈഫ് കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാവും. മുന്നോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കാതെ ഇപ്പോഴുള്ള അതായത് നിൽക്കുന്ന ഒരു ലൈഫ് അതെങ്ങനെ സന്തോഷമാകും? ഓക്കെ, മനുഷ്യനെല്ലാവരും സന്തോഷിച്ച് ഒരൊറ്റ ലൈഫേ ഉള്ളൂ, പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ കൂടെ ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ പോകണം എന്ന് ആലോചിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് തന്നെ പോകണം. ഇതിന് എന്തൊക്കെ പുരോഗമനവാദം പറഞ്ഞ് ഇനി എന്നെ അമ്മാവെന്ന് വിളിച്ചാലോ അല്ലാതെ ഇനി നിങ്ങൾക്ക് പേരിട്ട് വിളിക്കാന്ന് എന്ത് വിളിച്ചാലോ, ഇനി തെറി പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഞാൻ പറയും ഇത് കഴപ്പ് തന്നെയാണ്, കട്ടക്കഴപ്പ്.